إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا من يرتد منكم عن دينه فسوف يأتي الله بقوم يحبهم ويحبونه. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ നമ്മിൽ നിന്നും യാത്രയായി. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളോടും യെസ് എന്ന് പറയാനും പല കാര്യങ്ങളോടും നോ എന്ന് പറയാനുമൊക്കെ നമ്മൾ പരിശീലിച്ച വളരെ അനുഗ്രഹീതമായ ഒരു മാസമാണ് നമ്മളിൽ നിന്ന് യാത്രയായിട്ടുള്ളത്. ഖുർആനുമായും കുടുംബങ്ങളുമായുമൊക്കെ നമ്മുടെ ബന്ധങ്ങളൊക്കെ പുതുക്കിപ്പണിയാൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവുമൊക്കെ നന്നാക്കാൻ സാധിക്കുകയും ഇബാദത്തുകളും അമൽ സ്വാലിഹാത്തുകൾ കൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനൊക്കെ നമുക്കായി എന്നത് നമുക്കേറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും മനസ്സൊക്കെ നിറഞ്ഞ് അല്പം തേങ്ങിക്കരഞ്ഞ് കണ്ണുനീരും പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറുമൊക്കെയായി കഴിഞ്ഞുകൂടാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ് നമുക്ക് സാക്ഷിയായിട്ടുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മലായിക്കത്തുകളൊക്കെ ആമീൻ പറഞ്ഞ സന്ദർഭങ്ങളുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാം സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ ഒരു പ്രോഗ്രാമിൽ കോഴിക്കോട് പങ്കെടുത്ത് മഗ്രിബ് നമസ്കാരം സമയമായപ്പോൾ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് വൈകി എത്തിച്ചേർന്ന രണ്ട് അമുസ്ലിം സഹോദരന്മാർ നമ്മുടെ കൂടെ ഒരു ലിഫ്റ്റിൽ കയറുകയുണ്ടായി. നിങ്ങളിപ്പോൾ വരികയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞങ്ങൾ പള്ളിയിൽ നമസ്കരിക്കാൻ പോയി വരികയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് നിങ്ങളുടെ നോമ്പൊക്കെ കഴിഞ്ഞില്ലേ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിച്ചിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്നാണ് ആ രണ്ട് സഹോദരങ്ങൾ കോഴിക്കോട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇസ്ലാമിനെ പറ്റിയോ മുസ്ലിങ്ങളെ പറ്റിയോ ഒക്കെ അവർ അനുഭവിച്ചറിഞ്ഞ, അവർ കേട്ടറിഞ്ഞ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ പഠിച്ച ആളുകളുടെ
അനുഭവമാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. റമദാനൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയും നിസ്കാരമുണ്ടോ എന്ന നിലക്കാണ് അവർ ചോദിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനൊക്കെ അവസാനിച്ചു. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് ഇനി അവിടുന്ന് അടുത്ത റമദാൻ വരെയുള്ള സമയം വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ കൂടുതൽ വിലയിരുത്തേണ്ട സന്ദർഭമാണ്. നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞാലും നമ്മുടെ ദീനിൽ നമസ്കാരമുണ്ട് എന്നും ജമാഅത്തുകൾ ഉണ്ട് എന്നും ഒക്കെ നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ആലോചിക്കേണ്ട സന്ദർഭമാണ്. റമദാനിലെ നമ്മൾ ആർജിച്ചെടുത്ത ഈമാനും തഖ്വയും അതിലെ നന്മകളുമൊക്കെ തുടരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതം നമുക്ക് ഏറ്റവും സന്തോഷകരവും അർത്ഥപൂർണവുമാക്കാൻ കഴിയുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, റമദാൻ കഴിയുന്നതോടുകൂടി ആളുകളുടെ തിരക്കൊക്കെ കുറയുന്നു, ഇബാദത്തുകളോടുള്ള സമീപനത്തിൽ മാറ്റം വരുമ്പോൾ അദ്ദേഹം അവിടുത്തെ അനുയായികളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അസ്സൗമു ലൻ യൻതഹി, ഒരിക്കലും നോമ്പ് റമദാനോടുകൂടി അവസാനിക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് സുന്നത്തുകൾ നോമ്പുകളായി ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വൽ ഖുർആനു ലയ്യർഹൽ, ഒരിക്കലും ഖുർആൻ നമ്മിൽ നിന്ന് യാത്രയാകുന്നില്ലട്ടോ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പള്ളികളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ മനസ്സുകളിലുമൊക്കെ ഖുർആൻ ഒരു വസന്തമായി നിലനിൽക്കണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. വൽ മസാജിദു ലൻ തുഗ്ലഖ്, നമ്മുടെ പള്ളികൾ ഒരിക്കലും കൊട്ടിയടക്കപ്പെടുന്നില്ല എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. വൽ ഇസ്തിജാബതു ലൻ തതവഖഫ്, ഒരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള ഇജാബത്ത്, ഉത്തരം നമുക്ക് നിന്നു പോകുന്നില്ല, അത് തുടരുക തന്നെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. വല്ലജ്റു ലൻ യൻഖതി, ഒരിക്കലും നിങ്ങൾക്കുള്ള പ്രതിഫലം മുറിഞ്ഞു പോകാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ അമലുകൾ കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് നിങ്ങൾ ധന്യമാക്കണേ, ഒരിക്കലും നിങ്ങളുടെ അജ്ർ മുറിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണേ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയൻ, നിങ്ങൾ റബ്ബിന് വേണ്ടി ജീവിക്കുന്നവരാവുക. റമളാൻ വരുമ്പോൾ മാത്രം ചില ഉഷാറൊക്കെ വന്ന് നമ്മൾ അതിന്റെ ഭാഗമായി ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചില ആളുകളെ പോലെ നിങ്ങൾ ആകാതിരിക്കുക. എന്നിട്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിക്കേൾപ്പിച്ചു, വഅബ്ദു റബ്ബക ഹത്താ യഅതീകൽ യഖീൻ, നിങ്ങൾ അല്ലാഹുവിൽ ഇബാദത്തിൽ മുഴുകുക, നിങ്ങളുടെ മരണം വന്നെത്തുന്നത് വരെ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോമ്പും ഖുർആനും പള്ളികളും അള്ളാഹുവിൽ നിന്നുള്ള ഇജാബത്തും നമ്മുടെ പ്രതിഫലവും ഒക്കെ തുടർന്ന് ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആധുനിക മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് 21 ദിവസം തുടർച്ചയായ ഒരു കാര്യം മനസാന്നിധ്യത്തോടുകൂടി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കതൊരു ശീലമായി മാറ്റാൻ കഴിയുമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 21 ദിവസം ഒരു കാര്യം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് ഒരു ദുശ്ശീലം നമ്മളിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ച് കഠിനമായ ഒരു ശ്രമവും നല്ല മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുമെന്നും, ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ 21 ദിവസം തുടർച്ചയായി നല്ല മനസാന്നിധ്യത്തോടു കൂടി നല്ല നിയ്യത്തും നല്ല ഇഖ്ലാസോടു കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് നമുക്ക് ശീലമാക്കി മാറ്റാൻ കഴിയുമെന്നതാണ് ആധുനിക മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മാസക്കാലം മനസ്സ് വെച്ചാൽ പലതും ചെയ്യാൻ കഴിയുമെന്ന്, മനസ്സ് വെച്ചാൽ നമുക്ക് മാറാൻ കഴിയുമെന്നൊക്കെ നമ്മൾ തെളിയിച്ച ഒരു സന്ദർഭമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? ഖുർആൻ പറഞ്ഞ ഒരാളെ പോലെ നമ്മൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. ഖുർആൻ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 92-ാമത്തെ ആയത്തിൽ, വലാ തകൂനൂ കല്ലത്തി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, അവരുടെ പണി എന്തായിരുന്നു? അവരിങ്ങനെ കുറെ നൂലുകൾ എടുക്കും, എന്നിട്ട് അത് നൂലിങ്ങനെ ഒരു കയറ് പോലെ നൂറ്റ് അങ്ങനെ ഉറപ്പുള്ള ഒരു കയറാക്കി മാറ്റും. നല്ല ഉറപ്പുള്ള കയറായി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ആ നൂറ്റെടുത്ത ഉറപ്പാക്കിയ കയറിന്റെ ഓരോ
പിന്നെ ഇഴകളും അതിന്റെ പിരികളൊക്കെ ഇങ്ങനെ അയച്ചയച്ച് ഉടച്ച് അതൊക്കെ പഴയതുപോലെ തന്നെ ആക്കി കൂട്ടിയിട്ട് പോകുന്ന ഒരു സ്ത്രീയെ പറ്റി സൂറത്തു നഹ്ലിൽ 92-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നമ്മൾ നമസ്കാരം കൊണ്ട് ഈമാനൊക്കെ സ്ട്രോങ് ആക്കി, തഖ്വ കൊണ്ട് നമ്മുടെ മനസ്സിനെ സമ്പുഷ്ടമാക്കി, നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസരവും ഒക്കെ വളരെ നൂൽനൂറ്റ് നല്ല ശക്തമാക്കിയതിന് ശേഷം വീണ്ടും അതൊക്കെ കയറി വിരിച്ച് ഉടച്ചു പോകുന്നത് പോലെ ഇല്ലാതാക്കി കളയുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നമ്മൾ ജാഗ്രത പുലർത്തണം. നേരും നെറിയുമുള്ള ഒരു ജീവിതം ചിട്ടപ്പെടുത്തി അതിനുശേഷം അതില്ലാതായി പോകുന്നതിനെ നമ്മൾ ബേജാറാകണം. ഒരു ജീവിത ശൈലിയൊക്കെ സ്വീകരിച്ച് അതിന്റെ നന്മകൾ, അതിന്റെ മനസ്സാന്നിധ്യവും അതിന്റെ ഹൈറുമൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം, അതിന്റെ നന്മകളിലൂടെ അതിന്റെ കുളിരനുഭവിച്ചതിന് ശേഷം അതില്ലാതായി പോകുന്നതിന്റെ സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുന്നതിനെ കുറിച്ച് ജാഗ്രതയോടുകൂടി കാണണമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനുകളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും ഈ ദീനൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം, ദീനിന്റെ കാര്യങ്ങളൊക്കെ ശീലിച്ചതിന് ശേഷം ആ ദീൻ ഉപേക്ഷിച്ച്, ദീനിന്റെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നുവെങ്കിൽ ഫസൗഫ യഅതി അല്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അല്ലാഹു തആല എന്താണ് ചെയ്യാം, നിങ്ങൾക്ക് പകരം അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയും അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു സമൂഹത്തെ അല്ലാഹു തആല നിങ്ങൾക്ക് പകരമായി കൊണ്ടുവരുമെന്ന് അല്ലാഹ് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അല്ലാഹ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു, റസൂലുള്ളാഹിന്റെ ചര്യകൾ വളരെ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടു, അതൊക്കെ പരിശീലിച്ചു, അതൊക്കെ ചെയ്തു, ഇതിലൊക്കെയുള്ള ആനന്ദം അനുഭവിച്ചു, അതിന്റെ ബർക്കത്തുകളൊക്കെ കരസ്ഥമാക്കി പടച്ചവനായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അതൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന നിലയിലേക്ക് പോയാൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും നന്മകൾ നിരന്തരമായി നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന, മുഅ്മിനുകളുമായി ആത്മബന്ധം പുലർത്തുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ സന്നദ്ധരായ, നല്ല ദീനുള്ള ഇഖ്ലാസുള്ള ഈമാനുള്ള മനുഷ്യരെ നിങ്ങൾക്ക് പകരമായി അല്ലാഹു തആല കൊണ്ടുവരുമെന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സാക്ഷ്യമായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. പല രാജ്യങ്ങളിലും പല സമൂഹങ്ങളും ഇല്ലാതായി പോയി, പലതും അക്രമങ്ങൾക്ക് വിധേയമായി, പലരും അല്ലാഹുവിന്റെ ശിക്ഷകൾ കൊണ്ട് നാമാവശേഷമായി. എത്രയോ സമൂഹങ്ങളെ കുറിച്ച് അങ്ങനെ സംഭവിച്ചതായി ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തിയതിനു ശേഷം അതില്ലാതായി പോകുന്ന, അതിനെ നശിപ്പിച്ചു കളയുന്ന രൂപത്തിലേക്ക് നമ്മൾ വഴിമാറി പോകരുത് എന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദീനിന്റെ മാർഗത്തിൽ മനസാന്നിധ്യത്തോടുകൂടി ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് ഫലമുണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ആരെങ്കിലും ഒരു പവിത്രത, പരിശുദ്ധമായ ഒരു സാഹചര്യം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ച് അതിന് പണിയെടുത്തുവെങ്കിൽ അള്ളാഹു അവർക്ക് ഇഫ്ഫത്ത്, പവിത്രതയും പരിശുദ്ധിയും ഒക്കെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അല്ലാഹുവിൽ മനസ്സിനും ജീവിതത്തിനും ഐശ്വര്യം, സമ്പന്നത, അത്തരത്തിലുള്ള മാനസികാവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുദ്ദേശിച്ച് നമ്മൾ പണിയെടുക്കുന്നു, പ്രവർത്തിക്കുന്നു എങ്കിൽ അള്ളാഹു അവർക്ക് നൽകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. ആരെങ്കിലും സബറോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ തയ്യാറെടുത്ത് പ്രവർത്തിക്കുന്നു എങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ അള്ളാഹു അവന് സബർ പ്രദാനം ചെയ്യുമെന്ന് തിരുനബി മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ദീനിന്റെ മാർഗത്തിൽ മനസാന്നിധ്യത്തോടെ നമ്മളങ്ങനെ തുടരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ ഹൈറും ബർക്കത്തും നമ്മിൽ ഉണ്ടാകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ഫിത്രത്ത് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, ചിലർക്ക് ആരോഗ്യം ദുർബലമായിരിക്കും, ചിലർക്ക് ഒരുപാട് സമയം ബാക്കി ഉണ്ടാവും, ചിലർക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാവും. പല രീതിയിലുള്ള സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലളിതമായി ചെയ്യാൻ കഴിയുന്ന, എളുപ്പമായി ചെയ്യാൻ കഴിയുന്ന എത്രയോ അമലുകൾ ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് മാത്രം നമ്മുടെ ഫിത്രത്തനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ, അത് നമ്മൾ ധാരാളമായി പ്രവർത്തിക്കുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഓരോരുത്തരും അവർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് അള്ളാഹു തആല അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്.
അല്ലാഹു തആല നമുക്ക് സ്വർഗമാണ് നിശ്ചയിച്ചത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധരായാൽ, അതിനുവേണ്ടിയുള്ള അമലുകൾ നമ്മൾ ചെയ്താൽ, ലളിതമായത് നിരന്തരമായി ചെയ്താൽ ആ മേഖലയിൽ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരുമെന്നാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, ചെയ്യാനുള്ള ആഫിയത്തുണ്ട്, തൗഫീഖുണ്ട്, പക്ഷേ ആ ചുറ്റുപാടുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ അതിന് മെനക്കെടുന്നില്ല എങ്കിൽ അത് ദുഷ്കരമായി നരകത്തിലേക്കുള്ള വഴിയാണ് പിന്നീട് അയാൾക്ക് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുക എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുർആനിൽ ഒരു ആയത്ത് ഓതി, ഫഅമ്മാ മൻ അതാ വത്തഖാ, ഫഅമ്മാ മൻ അതാ വത്തഖാ. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നൽകാൻ തയ്യാറാകുന്നു, ദാനം ചെയ്യാൻ തയ്യാറാകുന്നു, വത്തഖ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാനും തയ്യാറാകുന്നു, വസദ്ദഖ ബിൽ ഹുസ്ന നല്ലതിനെ നിങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ എങ്കിൽ അല്ലാഹു തആല അയാൾക്ക് ആ മാർഗത്തെ എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അപ്പോൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം, സ്വതക്ക ചെയ്യണം, സത്യസന്ധമായി കാര്യങ്ങൾ പ്രവർത്തിക്കണം, ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം, സത്യസന്ധമായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഒരാൾ നിയ്യത്താക്കിയാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ അവർക്ക് അല്ലാഹു ആ മാർഗത്തെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. ശേഷം പറഞ്ഞ വചനം എന്താണ്? വമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഖുർആൻ പറഞ്ഞു വമ്മാ മൻ ബഖില, ഒരാള് ഒക്കെ പിശിക്കാനാണ്, ഒന്നും കൊടുക്കാൻ തയ്യാറല്ല, വസ്തഗ്ന എന്നാ ഭയങ്കര സംഭവമാണെന്നുള്ള ഒരു ധന്യത നടിച്ച് അങ്ങനെ നടക്കും ചെയ്യും. വകദ്ദബ ബിൽ ഹുസ്ന എല്ലാ സൽക്കാര്യങ്ങളെയും അയാൾ വ്യാജമാക്കും, കളവാക്കും. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ അയാളുടെ വഴി അല്ലാഹു തആല ദുഷ്കരമാക്കും എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഖൈറായതൊന്നും പരിപോഷിപ്പിച്ചെടുക്കാനുള്ള സാഹചര്യം പോലും അല്ലാഹ് നൽകില്ല. അയാൾ അവസാനം നരകാവകാശിയായി തീരുമെന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നന്നായി പരിശ്രമിക്കുകയും സ്വർഗത്തിന്റെ വഴിയിലേക്ക് ലക്ഷ്യമായി കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ ത്വരീഖ് എളുപ്പമാക്കി തരുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ രാത്രി നമസ്കാരം റമളാനിൽ നമ്മൾ പരിശീലിച്ചല്ലോ. തറാവീഹായി നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്, ചിലരൊക്കെ ഖിയാമുൽ ലൈലായി രാത്രി നമസ്കരിച്ചിട്ടുണ്ട്, ചിലരൊക്കെ ഉറങ്ങി എണീറ്റ് ഒരു തഹജ്ജുദായി അത് നമസ്കരിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തേക്കും നമുക്കുള്ള നമസ്കാരമാണ് ഈ രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. പ്രബലമായ സുന്നത്തുകളാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെ, അള്ളാഹുവിന്റെ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയം എന്നൊക്കെ പറയുന്നത് രാത്രി നമസ്കാരവും അതിലെ സുജൂദുകളും അതിനുശേഷമൊക്കെയുള്ള പ്രാർത്ഥനകളും ഒക്കെയാണ്. പ്രിയപ്പെട്ടവരെ, അത് റമളാനിൽ തറാവീഹായി നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, യാ അബ്ദല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാൻ, നിങ്ങൾ ഒരു മനുഷ്യനെ പോലെ ആകാതിരിക്കുക. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? കാന യഖൂമുൽ ലൈൽ ഫതറക ഖിയാമുൽ ലൈൽ, അയാൾ കുറെ കാലം രാത്രിയൊക്കെ നിസ്കരിച്ചു, പിന്നീട് രാത്രി നമസ്കാരം ഉപേക്ഷിച്ചവനെ പോലെ നിങ്ങളാകരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും രാത്രി ചിലപ്പോ ഉറക്കണീറ്റിട്ട് എണീറ്റ് നമസ്കരിക്കാൻ പ്രയാസമുള്ളവർ ഇശാ നമസ്കാരത്തിന് ശേഷം ഒരു 3 റക്അത്തോ 5 റക്അത്തോ അല്ലെങ്കിൽ 11 റക്അത്ത് വരെ നമുക്ക് നമസ്കരിക്കാം, അല്ലെങ്കിൽ ഒരു റക്അത്തെങ്കിലും നമസ്കരിക്കാം. അതല്ല ഉറങ്ങി എണീറ്റ് നമുക്ക് കുറച്ച് നമസ്കരിക്കാം. അതല്ല സുബ്ഹി നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ചേരം എണീറ്റ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. നമസ്കാരം പറ്റേ രാത്രി നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ പോലെ നിങ്ങളാകരുത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു, അഹബ്ബുൽ അഅമാൽ അദ്വമുഹാ വഇൻ ഖല്ല, അല്ലാഹുവിന് ഇഷ്ടം ഏതാണ്, ഏത് തരം പ്രവർത്തനങ്ങളാണ്? അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണ് ചെയ്യണമെങ്കിലും അതങ്ങനെ സ്ഥിരമായി ചെയ്തു പോകുന്ന അമലുകളെ കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. ഒരാൾക്ക് എല്ലാ രാത്രിയിലും 3 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുന്നുള്ളൂ, അയാൾക്ക് അതിനെ കഴിയണുള്ളൂ, പക്ഷെ അയാൾ അതൊന്നും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം നമ്മൾ എല്ലാ സുന്നത്തുകളും റവാത്തിബ് സുന്നത്തുകളാണ് പതിവായി ചെയ്യുന്നതെങ്കിൽ, അതിനെ നേരം കിട്ടുന്നുള്ളൂ എങ്കിൽ അത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഒരു ചെറിയ പണം നമ്മൾ സ്വതക്ക കൊടുക്കുന്നു, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പണം ദാനം ചെയ്യുന്നു, അതൊരു സൽക്കർമ്മമാണ്, ചെറുതാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും അത് പതിവായി ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള പ്രവർത്തനമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മകൾ തുടരുക മനസാന്നിധ്യത്തോടെ, അല്ല ഈമാനും ഇഖ്ലാസും നിയ്യത്തും
നീയത്തോടും കൂടി നമ്മൾ അമലുകൾ തുടരുക. ആ നന്മ ഉദ്ദേശിച്ച് ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ വഴികളും എളുപ്പമാക്കി തരുമെന്നാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് നല്ല മനക്കരുത്തോടുകൂടി റമളാനിന്റെ ഈ ഒരു ഇസ്സത്ത് നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.